ഹലോ, എന്തല്ല? അതിപ്പോ എന്തായാലും നമുക്ക് അവിടെ ബാക്കി പരിപാടിയായിട്ട് തുടങ്ങിയാലോ. ആദ്യം തന്നെ മാക്ക് കഴിക്കാൻ ബുക്ക് ഫുഡ് ഉണ്ടാക്കണം. നേരെ കിച്ചണിൽ പോയിട്ട് അവിടെ നിന്ന് ഇപ്പൊ ചക്കക്കുരു കറിയും ചോറാണ് നമ്മുടെ പ്ലാനിലുള്ളത്. ഒന്ന് രണ്ടല്ലോ ഒരു പിടി ചക്കക്കുരു മോള് കറിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പിടിക്കാൻ നോക്കണം. എന്റെ മട്ടൽ വെട്ടിയടിക്കല്ലേ വേണ്ടത്. സംഭവം ഞാനൊരു കഴിവരെയാണെന്നാണ് എന്റെ വിചാരം എന്നുണ്ടെങ്കിലും അതൊന്നുമല്ല, സത്യം എന്നുള്ളതാണ് സത്യം. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള കുറച്ച് നേരത്തെ ഷോ ഓഫ് കണ്ട് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ കറിക്കുള്ള ചക്കക്കുരു, ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇങ്ങനെ എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി കട്ട് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ കിച്ചൺ മൊത്തത്തിൽ കച്ചറായിട്ടുണ്ട്. ഈ കാണുന്ന കോലത്തിലായിട്ടുണ്ട്. എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ സകല സാധനങ്ങളും കൂടി എടുത്ത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാണ്ടി വെക്കാം. അത് വെന്ത് വരുമ്പോഴത്തേന് നമ്മുടെ കച്ചറായ കിച്ചൺ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഇതൊക്കെ കൂടി അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആന കരിമ്പന്തോട്ടത്ത് കയറിയ പോലെ ഉണ്ടാവും. പിന്നെ എനിക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മടിയോ. അതുകൊണ്ട് അപ്പക്കപ്പുള്ളത് അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി അപ്പൊ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറും കറിയും മാത്രമല്ല വേറെ സാധനം കൂടി ഉണ്ട്, നമ്മുടെ ചിക്കൻ ഉപ്പേരി. ഇതിന്റെ റെസിപ്പി ഒന്നും ചോദിക്കരുത്, കാരണം ഇതെന്റെ സ്വന്തം തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. സംഭവം കഴിക്കാൻ രസമുണ്ടേന്, അത് പോരെ നമുക്ക്. അങ്ങനെ ഇതൊക്കെ റെഡി ആയി സ്ഥിതിക്ക് നല്ല ചൂട് ചോറ് വെച്ചിട്ട് അതായിട്ട് കഴിച്ചു. ആഹാ, അടിപൊളി. അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാനുണ്ടല്ലോ എന്നെ നോക്കിച്ചിരിക്കുന്ന ഈ ഒരു കണ്ണാടി ഉണ്ടല്ലോ, ഇതൊന്ന് തുടയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് അതങ്ങ് തുടച്ചു വെച്ചു. പിന്നെ നേരെ പോയി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി വെച്ചു. പിന്നെ ചെറിയ രീതിയിലുള്ള നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഈവനിങ് വന്നത് മുതൽ എന്റെ ബെഡിനെ കിടക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ പോയി കിടക്കട്ടെ. അപ്പൊ ബൈ.